നെക്സ്റ്റ് പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 10 ലൈൻസ് 1 to 228 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാരഡൈസ് ലോസ്റ്റ് എപ്പിക് പോമാണ്, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പോയിറ്റ് ആയിട്ടുള്ള ജോൺ മിൽട്ടൺ ആണ് റൈറ്റർ. അതിൻ്റെ ഇറ്റ് കൺസേൺസ് എ ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് ദി ഫോൾ ഓഫ് ദി മാൻ. അപ്പം ആഡം ആൻഡ് ഈവിൻ്റെ ടെംപ്ടേഷൻ, ഫോളൻ ഏഞ്ചൽ സെയ്റ്റൻ്റെ സ്റ്റോറി ഉണ്ട്, ആൻഡ് ആഡം ആൻഡ് ഈവിൻ്റെ എക്സ്പൾഷൻ ഫ്രം ദി ഗാർഡൻ ഓഫ് ഈഡൻ. ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് 1667 എൻ്റെ ഫസ്റ്റ് വേർഷൻ പബ്ലിഷ് ചെയ്തത്, കൺസിസ്റ്റിംഗ് ഓഫ് 10 ബുക്സ്. ആൻഡ് സെക്കൻഡ് എഡിഷൻ ഫോളോഡ് ഇൻ 1674. അത് 12 ബുക്സിലായിരുന്നു. പിന്നീട് മൈനർ റിവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മിൽട്ടൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണിത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് എന്തിനാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ജസ്റ്റിഫൈ ദി വേസ് ഓഫ് ഗോഡ് ടു മെൻ. അതാണ് മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതിയത്. ഓക്കെ, അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ്റെ കാര്യം, ഹ്യൂമൻ ഏജൻസി, നേച്ചർ ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ, ഇതിലാണ് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. പോം തുടങ്ങുന്നത് ഒരു ഇൻ മീഡിയ റെയിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് സെയ്റ്റനും ഫോളൻ ഏഞ്ചൽസും കൂടി ഹെല്ലിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ ആ ഒരു റിബല്യൻ ഉണ്ടല്ലോ ഗോഡിനെതിരെയുള്ള, അതിലാണ് തുടങ്ങുന്നത് തന്നെ. അപ്പം മിൽട്ടൻ്റെ സെയ്റ്റൻ എന്ന് പറയുന്നത് ബോത്ത് വളരെ ഗ്രാൻഡ്യൂറായിട്ടും വളരെ നല്ല രീതിയിലുള്ള ട്രാജിക് അംബീഷനും ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു എന്താണ് പറയുന്നത്, സെയ്റ്റൻ ഈസ് ദ ഹീറോ എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ആഡം ആൻഡ് ഈവ് എന്ന് പറയുന്ന ഹ്യൂമാനിറ്റിയെ എംഫസൈസ് ചെയ്യുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇതിലാണ് ബിഫോർ ദി ഫോൾ ഓഫ് മാൻ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അവർ സിന്നിൽ ഇതാവുകയും എന്ത് ചെയ്യുന്നുണ്ട്, സിന്നിലോട്ട് പോവുകയും, അതായത് അവർ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആസ് എ റിസൾട്ട്. സോ ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലക്സിറ്റീസും ടെൻഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഡിവൈൻ ലോയെ ഒബേ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത്, പോസിബിലിറ്റി ഓഫ് റിഡംഷൻ, ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഹോപ്പിലാണ് ഈ പോം എൻഡ് ചെയ്യുന്നത്. പിന്നെ ആഡം ആൻഡ് ഈവ് പാരഡൈസ് ലീവ് ചെയ്യുന്നു വിത്ത് ദ പ്രോമിസ് ഓഫ് സാൽവേഷൻ ത്രൂ ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ബുക്കിനകത്തും എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പോയം ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു, അയാംബിക് പെൻഡമീറ്ററിലാണ്. പക്ഷേ ഇതൊന്നും റൈംഡ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ മിൽട്ടൺ ഓൾസോ റോട്ട് പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറഞ്ഞൊരു ബുക്കും കൂടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് 1671. പിന്നെ അതുപോലെ അതിൻ്റെ ഒപ്പം എഴുതിയ വർക്കാണ് സാംസൺ അഗനിസ്റ്റസ്. അതും ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പാരഡൈസ് ലോസ്റ്റും റീഗെയിൻഡും സാംസൺ അഗനിസ്റ്റസും എല്ലാം ബ്ലാങ്ക് വേഴ്സിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. And Satan, formerly called as Lucifer, is a first major character introduced in the poem. അദ്ദേഹം ഒരു ട്രാജിക് ഫിഗറിനെ പോലെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ക്യാരക്ടർ ഓഫ് സെയ്റ്റൻ ഫേമസ്ലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, ബെറ്റർ ടു റെയിൻ ഇൻ ഹെൽ ദാൻ സെർവ് ഇൻ ഹെവൻ. ഹെവനിൽ സെർവ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഹെല്ലിൽ പോയി റൂൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് സെയ്റ്റനും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, ബാക്കിയുള്ള ഫോളൻ ഏഞ്ചൽസും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് പാൻറ്റമോണിയം എന്ന് വിളിക്കുന്നത്, ഹെല്ലിലുള്ള. ഓക്കെ, ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓരോ ബുക്സ് 10 ബുക്സ്, ഫസ്റ്റ് എഡിഷനിൽ 10 ബുക്സ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഇറങ്ങിയ സെക്കൻഡ് എഡിഷനകത്ത് എന്തുണ്ടായിരുന്നു, 12 ബുക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ബുക്കിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സെയ്റ്റനും റിബൽ ഏഞ്ചൽസും കൂടി ഹെല്ലിലോട്ട് പോവുകയാണ് ആഫ്റ്റർ ദ ഡിഫീറ്റ് ഇൻ ഹെവൻ. സെയ്റ്റൻ റാലീസ് ഹിസ് ഫോളോവേഴ്സ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗോഡിൻ്റെ ന്യൂ ക്രിയേഷൻ ആയിട്ടുള്ള മാനിനെ കറപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുവാണ്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് ഡീമൻസും അവരുടെ റിവെഞ്ച് പ്ലാൻ ചെയ്യുന്നു. ആൻഡ് സെയ്റ്റൻ വോളണ്ടിയേഴ്സ് ടു ലീഡ് ദ എക്സ്പെഡീഷൻ ടു എർത്തിലോട്ട് പോവുകയാണ്. സെയ്റ്റൻ എന്നിട്ട് ബുക്ക് 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവീൻസ് എ കൗൺസിൽ ഇൻ ഹെൽ ടു ഡിബേറ്റ് ദ സ്ട്രാറ്റജി. വേരിയസ് ഡീമൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗോഡിനെ, ഹെവനെ, മാനിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം. അൾട്ടിമേറ്റ്ലി സെയ്റ്റൻ ഡിസൈഡ് ടു കറപ്റ്റ് മാൻ. സെയ്റ്റൻ എന്നിട്ട് ജേണിക്ക്, അതായത് ആ ഒരു ജേണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാണ്, പാസിംഗ് ത്രൂ കെയോസ് ടുവേർഡ്സ് എ ന്യൂലി ക്രിയേറ്റഡ് എർത്ത്. ബുക്ക് 3 ഗോഡ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് സെയ്റ്റൻ്റെ മിഷനെ ഫ്രം ഹെവൻ ആൻഡ് ഫോർടെൽസ് മാൻസ് ഫോൾ. അതായത് ഇതെന്തായാലും സംഭവിക്കും, മാനിൻ്റെ ഫോൾ എന്ന് പറയുന്നത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. ഗോഡ് എന്ത് ചെയ്യുകയാണ്, സെൻസ് ഹിസ് സൺ ടു ജഡ്ജ് മാൻ ബട്ട് പ്രോമിസസ് മേഴ്സി ആൻഡ് റിഡംഷൻ ത്രൂ ക്രൈസ്റ്റ്. ബുക്ക് 4 സെയ്റ്റൻ എന്ത് ചെയ്യാണ്, ഈഡനിൽ എൻ്റർ ചെയ്യുന്നു, ഒബ്സർവ്സ് ആഡം ആൻഡ് ഈവ് ആൻഡ് ഹി ടെംപ്റ്റ്സ് ഈവ് വിത്ത് പ്രൈഡ് പ്ലാനിങ് ഹെർ ഫോൾ. പക്ഷേ എന്താണ്, ഗോഡ് എന്നിട്ട് ഏഞ്ചൽ ആയിട്ടുള്ള റാഫേലിനെ വോൺ ചെയ്യാൻ വിടുന്നുണ്ട് ആഡത്തിൻ്റെ അടുത്ത്, അതായത് സെയ്റ്റനെ കുറിച്ചും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡിസബേ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി റാഫേലിന് വിടുന്നുണ്ട് ആഡമിൻ്റെ അടുത്തോട്ട്. അത് കഴിഞ്ഞിട്ട് റാഫേൽ എന്ത് ചെയ്യുവാണ്, സ്റ്റോറി ഓഫ് സെയ്റ്റൻ്റെ റിബല്യനൊക്കെ കേൾക്കുന്നു ആഡമിൻ്റെ കയ്യിൽ നിന്ന്.
ആൻഡ് ആഡം ലിസൺ ചെയ്യുന്നുണ്ട് ആൻഡ് ലേൺസ് അബൌട്ട് ഒബീഡിയൻസ് ഫ്രീ വിൽ, അതൊക്കെ അറിയുന്നുണ്ട്. റാഫേൽ എന്നിട്ട് ആഡം ആൻഡ് ഈവിൻ്റെ അടുത്ത് ഡേഞ്ചർ ഓഫ് ഫോർബിഡൻ ട്രീ ഓഫ് നോളജിനെ കുറിച്ച് പറയുന്നുണ്ട്. റാഫേൽ എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആ എപ്പിക് ബാറ്റിൽ ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ ഇൻ ഡീറ്റെയിൽ, സൈറ്റന്റെ ഫോഴ്സസ് ഡിഫീറ്റഡ് ആവുന്നതും ഒക്കെ പറയുന്നുണ്ട്. ഗോഡിനെതിരെ തിരിച്ചു കഴിഞ്ഞാൽ, ഡിവൈൻ അതോറിറ്റിക്കെതിരെ റിബല് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എല്ലാവരുടെയും അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റാഫേൽ എന്നിട്ട് ബുക്ക് 7-നകത്ത് ക്രിയേഷൻ ഓഫ് ദി വേൾഡ് ടു ആഡം അത് പറയുന്നുണ്ട്. ഗോഡ് ഹെവനെ എർത്തിനെ ക്രീച്ചേഴ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്തു, ഷോയിങ് ഡിവൈൻ വിസ്റ്റം അത് പറയുന്നുണ്ട്. അപ്പോൾ ആഡം ഈ ക്രിയേഷനെ എല്ലാം പ്രൈസ് ചെയ്യുന്നുണ്ട്, ഗോഡിനെയൊക്കെ പ്രൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് ബുക്ക് 8-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡം റീകൗണ്ട്സ് ഹിസ് ഓൺ ക്രിയേഷൻ, എന്നിട്ട് ഈവിനെ മീറ്റ് ചെയ്ത കാര്യമൊക്കെ റാഫേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. റാഫേലിൻ്റെ അടുത്ത് ലവ്, നോളജ് ആൻഡ് ഒബീഡിയൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ്, ക്യൂരിയോസിറ്റി, അതായത് നോളജിനെ കുറിച്ചുള്ള കാര്യവും, പിന്നെ അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയുടെ കാര്യം പറയുമ്പോൾ റാഫേൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട് ബിയോണ്ട് ഗോഡ്സ് കമാൻഡിന് ബിയോണ്ട് ആയിട്ട് പോകരുതെന്നത്. ബുക്ക് 9-നകത്താണ് സേറ്റൻ ടെംപ്റ്റ് ചെയ്യുന്നത് ഈവിനെ ഇൻ ദ ഫോം ഓഫ് എ സെർപ്പൻറ്റ് ആൻഡ് അതായത് ആ ഫ്രൂട്ട്, ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഷീ ഈറ്റ്സ് എ ഫോർബിഡൻ ഫ്രൂട്ട്. ആഡമിനെയും പെർസ്യൂഡ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും കഴിക്കുന്നു. അവരുടെ ഡിസൊബീഡിയൻസ് പിന്നീട് എന്തായി മാറുന്നു, അവരുടെ ഇന്നസെൻസ് മാറുന്നു, ആൻഡ് ദെൻ അവരുടെ ഫോൾ ഓഫ് ദി മാൻ അവിടെ ഹാപ്പൻ ചെയ്യുകയാണ്. ബുക്ക് 10-നകത്ത് ഗോഡ് ജഡ്ജ് ചെയ്യുകയാണ് സെർപ്പൻറ്റിനെയും ഈവിനെയും ആഡമിനെയും. അതായത് ആഡം ആൻഡ് ഈവ് എന്ന് പറയുന്നത് ദേ ആർ ക്ലോത്ത്ഡ് വിത്ത് സ്കിൻസ് ആൻഡ് ഗിവ് ദി പിന്നെ അവർക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട് ഗോഡ്, അതായത് ക്രൈസ്റ്റിലൂടെ അവർക്ക് മോക്ഷം കിട്ടും, അതായത് റിഡംഷൻ കിട്ടും എന്നുള്ളത്. സൈറ്റനും ഫോളോവേഴ്സിനും കോൺസിക്വൻസസ് ഫേസ് ചെയ്യുകയാണ്. പക്ഷേ ഹ്യൂമാനിറ്റിക്ക് ഇവർ കാരണം, ഇവരുടെ ഈ ഒരു സിൻ കാരണം ഹ്യൂമാനിറ്റിയുടെ ലൈഫ് എന്ന് പറയുന്നത് ടോയിൽ ആൻഡ് മോർട്ടാലിറ്റിയിലോട്ട് വരുവാണ്, അവർക്ക് മോർട്ടാലിറ്റി വരുവാണ് ഹ്യൂമൻ ബീങ്സിന്. ബുക്ക് 11-നകത്ത് എന്ന് പറയുന്നത് റാഫേൽ ഡിപ്പാർട്ട് ചെയ്യുന്നു ഗോഡിനെ മൈക്കിളിൻ്റെ അടുത്ത്. ഗോഡ് സെൻസ് മൈക്കിൾ ടു ആഡം വിത്ത് വിഷൻസ് ഓഫ് ഫ്യൂച്ചർ കോൺസിക്വൻസസ്. ആഡം ആ സഫറിംഗ് എല്ലാം കാണുന്നു, ഇവരുടെ ഈ സിന്നും ഡിസൊബീഡിയൻസും കാരണം ഇയാൾ നോളജ് ഓഫ് ഡെത്തും ഹ്യൂമൻ ഹിസ്റ്ററിയൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ബുക്ക് 12-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ മൈക്കിൾ ആഡമിനെ പ്രോമിസ് ചെയ്യുവാണ് റെഡീമർ വരുമെന്നും ഹ്യൂമാനിറ്റിയുടെ സഫറിങ്ങിൽ നിന്നെല്ലാം റീസ്റ്റോർ ചെയ്യാൻ ക്രൈസ്റ്റ് വരുമെന്നും. ആഡം അങ്ങനെ കംഫർട്ടഡ് ആവുന്നു. പിന്നെന്താണ്, ഹി ആൻഡ് ഈവ് ലീവ്സ് ഈഡൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബുക്ക്. എല്ലാ ബുക്കിൻ്റെ ഒരു കുഞ്ഞു സമ്മറി പോലാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബുക്ക് 10-ന്റെ ലൈൻസ് 1 to 28 വരെയുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ബുക്ക് 10 ഫസ്റ്റ് നമുക്ക് നോക്കാം. പാസേജ് ബുക്ക് 10-ൽ ലൈൻസ് 1 to 15 ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ മിൽട്ടൺ റിമൈൻഡ് ചെയ്യുവാണ് നമ്മളുടെ അടുത്ത് സൈറ്റൻ്റെ ആ ഒരു ഹെയ്നസ് ആക്ടിനെ കുറിച്ച്, അതായത് പാരഡൈസിൽ വന്നിട്ട് ഇവരെ എല്ലാം സിന്നിലോട്ട് നയിച്ച ആ ഒരു ആക്ഷനെ കുറിച്ച് പറയുന്നു. സൈറ്റൻ ഡിസ്ഗൈസ്ഡ് ആസ് എ സെർപ്പന്റ് ഈവിനെ ഡിസീവ് ചെയ്യുന്നു, ആൻഡ് ഇൻ ടേൺ ഈവ് എന്ത് ചെയ്യുവാണ്, പെർസ്യൂഡ് ചെയ്യുന്നു ആഡമിനെ ടു ഈറ്റ് ദി ഫേറ്റൽ ഫ്രൂട്ട്. പിന്നെ ഈ ആക്ടിനെ ശരിക്കും പറഞ്ഞാൽ ഹെവൻ ഇരുന്നുകൊണ്ട് ഗോഡ് ഇത് ഇമീഡിയറ്റ്ലി അറിയുന്നുണ്ട്. നത്തിങ് ക്യാൻ എസ്കേപ്പ് ഗോഡ്സ് ഓൾ സീയിങ് ഐ, അല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു ഒംനീഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, സോ അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഗോഡ് ഇസ് ബോത്ത് ഓൾ നോയിങ്ങും ആണ് ജസ്റ്റും ആണ്. അപ്പോൾ മിൽട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വൈ ഗോഡ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് സൈറ്റൻസ് ടെംപ്റ്റേഷൻ, അതായത് ആഡമിൻ്റെ ഈവിനെ ക്രിയേറ്റ് ചെയ്ത് വിത്ത് സ്ട്രെങ്ത് എൻറ്റയറിൽ നിന്നാണ് വന്നത്. ആൻഡ് ഫ്രീ വിൽഡ് ആംഡ് ആണ് അവർ. അപ്പോൾ അവർ കംപ്ലീറ്റ് ആണ്, കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ആണ് സൈറ്റൻ്റെ ട്രിക്സിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗോഡ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ആൻഡ് ഹി ഡസൻ ട്രൈ ടു പ്രിവെൻറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈവൻ അതായത് സൈറ്റൻ ഒരു ഡിസ്ഗൈസ്ഡ് എനിമിയാണെന്നുള്ളതൊക്കെ റാഫേൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലുമാണ് ഇത് സംഭവിച്ചത്. ആൻഡ് ദേ ന്യൂ ഗോഡ്സ് കമാൻഡ് ഷുഡ് ഹാവ്, ആൻഡ് അതായത് അവർ ഗോഡിൻ്റെ കമാൻഡ് അവർക്ക് അറിയാമായിരുന്നു, ആൻഡ് ദേ ഷുഡ് ഹാവ് റിമെമ്പേർഡ് ഇറ്റ്, അല്ലേ? അതായത് ട്രീ ഓഫ് നോളജിൽ നിന്ന് ഫ്രൂട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് തന്നെ. സോ ആര് ടെംപ്റ്റ് ചെയ്താലും അത് കഴിക്കരുത്, ബിക്കോസ് അത് ഗോഡിൻ്റെ വില്ലാണ്. സിൻസ് ഡിസൊബേ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പെനാൽറ്റി കിട്ടിയത്, അതായത് ഡെത്തും സഫറിങ്ങും ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ മോർട്ടാലിറ്റി കിട്ടിയത്. ഗോഡ് വാൺ ചെയ്തത് കാര്യവും കൂടിയാണ്. അപ്പോൾ ഗോഡിൻ്റെ ഒംനീഷ്യൻസ് ആണ് ഈ ഒരു പാസേജിനകത്ത് പറയുന്നത്. എല്ലാം സംഭവിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയായിരുന്നു. ഫ്രീ വില്ലും പ്രീ ഡെസ്റ്റിനേഷനും എന്നുള്ള കാര്യമാണ് മിൽട്ടൺ എംഫസൈസ് ചെയ്യുന്നത്. വെച്ചാൽ ആഡം ആൻഡ് ഈവിൻ്റെ ഫ്രീ വില്ലുണ്ടായിരുന്നു, ഫുൾ എബിലിറ്റി ടു റെസിസ്റ്റ് സൈറ്റൻ. പക്ഷേ അവരുടെ ഫെയിലിയർ എന്ന് വെച്ചാൽ അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, ഗോഡിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പിന്നെ ഈ ആഡമിൻ്റെ ഈ പെനാൽറ്റി എന്ന് പറയുന്നത് എന്താണ്, അതൊരു നെസസറി കോൺസിക്വൻസ് ആണ്. അവർ ഡിസൊബേ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ആ പെനാൽറ്റി കിട്ടിയത് തന്നെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ലൈൻസിനകത്തെന്ന് പറയുന്നത് ലൈൻ 16 to 50 ആണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആഡം ആൻഡ് ഈവ് ദേ മാനിഫോൾഡ് ഇൻ സിൻ, അതായത് ഗിൽറ്റിയാണ് മെനി ലെവൽസിൽ, ആൻഡ് ദേ ഡിസേർവ് ദിയർ ഫോൾ. അപ്പോൾ ഏഞ്ചൽസ് പാരഡൈസ് ഗാർഡ് ചെയ്ത ഏഞ്ചൽസ് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി ഹെവനിലോട്ട് പോകുന്നുണ്ട്, സാഡൻഡ് ബൈ വാട്ട് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ അവർക്കറിയാം മാൻ കൈൻഡിൻ്റെ ഫേറ്റ് ഇനി എന്താണെന്ന് ഈ ഏഞ്ചൽസിനും അറിയാം. അപ്പോൾ അവർ വണ്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സൈറ്റൻ വളരെ സറ്റിലായിട്ട്
അവരെ മറികടന്ന് സ്ലിപ്പ് ചെയ്ത് പോയത് അൺഡിറ്റക്റ്റഡ് ആയിട്ട്. അപ്പോൾ ഈ ന്യൂസ് ഹെവനിലെ ഗേറ്റിലെത്തുന്നു. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഡിസ്പ്ലീസ് ചെയ്യുവാണ്. അവർക്കെല്ലാം കേൾക്കുന്നവർക്കെല്ലാം ഒരു വല്ല ഡിസ്പ്ലീസിങ് ആയിട്ട് തോന്നുന്നു. ഈവൻ ഏഞ്ചൽസിൻ്റെ ഫേസസ് പോലും സോറോഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ എന്താണ് ഹ്യൂമൻ കൈൻഡിൻ്റെ അടുത്തോട്ടുള്ള ഒരു പിറ്റി അതിലിങ്ങനെ നിൽക്കുവാണ്. അടുത്ത ഹെവൻലി ഹോസ്റ്റ് ഗ്യാദേഴ്സ് അറൗണ്ട് റിട്ടേണിംഗ് ഗാഡ്സ് ടു ഹിയർ വാട്ട് ഹാപ്പൻഡ്. ഈ ഏഞ്ചൽസ് എല്ലാം ഗോഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ടു എക്സ്പ്ലെയിൻ ദംസെൽസ്. ആൻഡ് അവർ പറഞ്ഞു അവരെല്ലാം ഫുൾ വിജിലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവർ ബ്ലെയിംഫുള്ളാണ്, അവരും ബ്ലെയിംഫുള്ളാണ്. അവരും അറിഞ്ഞില്ല ഇദ്ദേഹം പോയത് സെയ്റ്റൻ. അപ്പോൾ ഗോഡ് ദ ഫാദർ എന്ത് ചെയ്യുവാണ്, സീക്രട്ട് ക്ലൗഡിൽ ഹൈഡ് ചെയ്തിട്ട് തണ്ടറിൻ്റെ രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഈ ഏഞ്ചൽസിൻ്റെ അഡ്രസ്സ് ചെയ്ത് പോയി കംഫർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർ സാഡ് ആവേണ്ട കാര്യമില്ല, ബിക്കോസ് അവരുടെ കെയർ സിൻസിയർ ആയിരുന്നു, ഫെയിലർ അവരുടെ ഫോൾട്ട് അല്ല. ആൻഡ് ഓൾസോ പറഞ്ഞതെന്ന് വെച്ചാൽ സെയ്റ്റൻ വുഡ് സക്സീഡ് വെൻ ഹി ഫസ്റ്റ് ക്രോസ്ഡ് ദ ഗൾഫ് ഓഫ് കെയേഴ്സ് ഫ്രം ഹെൽ. അവിടെ നിന്ന് ഹെല്ലിലെ ഗൾഫ് ഓഫ് കെയേഴ്സ് ക്രോസ് ചെയ്തപ്പോഴേ സെയ്റ്റൻ സക്സീഡ് ആവുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു ഗോഡിന്. ആൻഡ് ഗോഡ് റിമൈൻഡ്സ് ദം എന്താണ്, ഹി ഓൾറെഡി സെഡ് സെയ്റ്റൻ വുഡ് പ്രിവെയിൽ ആൻഡ് സ്പീഡ് ഓൺ ഹിസ് ബാഡ് ഇറന്റ്. അപ്പോൾ മാൻ ഡിസീവ്ഡ് ആവണം എന്നുള്ളത് നേരത്തെ തന്നെ ഉറച്ചൊരു കാര്യമായിരുന്നു ഹ്യൂമൻ ബീങ്സിൻ്റെ ഈ ഒരു ഫോൾ എന്ന് പറയുന്നത്. ബട്ട് ക്രൂഷ്യലി ഗോഡ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ഹി ഡിഡ് നോട്ട് കമ്പൽ ആഡം ആൻഡ് ഈവ്സ് ഫോൾ. അവരുടെ ഫ്രീ ലിവ് വെച്ചിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ദെയർ ഓൺ ആണ്. ആൻഡ് നൗ സിൻസ് ദേ ഹാവ് ഫോളൻ എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്, നത്തിങ് റിമെയിൻസ് ബട്ട് ടു ക്യാരി ഔട്ട് ദി മോർട്ടൽ സെൻറ്റൻസ്. അതായത് ഡെത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരുടെ പണിഷ്മെൻറ്റ് ഫോർ ഡിസൊബീഡിയൻസ് ആണ് മോർട്ടാലിറ്റി അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതായത് പെട്ടെന്ന് തന്നെ മരിക്കണം എന്നില്ല, പക്ഷേ അവർ വയസ്സാവുമ്പോൾ അവർ മരിക്കും. ആ ഒരു മോർട്ടാലിറ്റി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏഞ്ചലിക് കമ്പാഷൻ നമുക്ക് കാണാം. ഹെവൻസിലുള്ള ഏഞ്ചൽസിന് ഇവർക്കൊരു ഹ്യൂമൻ കൈൻഡിൻ്റെ ഫോളിലൊരു പിറ്റി കാണിക്കുന്നുണ്ട്. ഗോഡിൻ്റെ ജസ്റ്റിസ് ക്ലിയർ ആണ്, ഗോഡ് മെയ്ഡ് ഇറ്റ് ക്ലിയർ. അതായത് ഏഞ്ചൽസിൻ്റെ ഫോൾട്ട് കൊണ്ടല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് ടു പ്രൊനൗൺസ് ദി ജഡ്ജ്മെൻറ്റ്. അതായത് ഡെത്തും സഫറിങ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ലൈൻസ് 50 to 60 ആണ്. ആഡം എന്ന് പറയുന്നത് ഇമാജിൻസ് ദ സെൻറ്റൻസ് ടു ബി നൾ. പക്ഷേ ബിക്കോസ് എന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് അതായത് ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്ന ദൈവം ഡെത്ത് വരും എന്നുള്ളത്, പക്ഷേ ഡെത്ത് ഇതുവരെ ഇൻസ്റ്റൻ്റായിട്ട് ഡെത്ത് വരുമെന്നല്ല ഗോഡ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മിൽട്ടൺ ഗോഡിൻ്റെ വോയിസോടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിലേ ഇൻ പണിഷ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൊർഗീവ്നെസ് എന്നല്ല അർത്ഥം. പിന്നെന്താണ് ഗോഡിൻ്റെ പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മേഴ്സി ഡിലൈഡ് എന്ന് വെച്ചാൽ മേഴ്സി ഡിലൈഡ് അല്ല, എന്തായാലും വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് പ്രിവെയിൽ ആകുക തന്നെ ചെയ്യും. പെനാൽറ്റി ഡ്യൂ ടൈമിൽ തന്നെ ഇവർക്ക് വരുമെന്നും പറയുന്നു. ലൈൻസ് 53 to 55 ഗോഡ് ഡിക്ലെയർ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റിസ് വിൽ ബി എക്സിക്യൂട്ടഡ്. ലൈറ്റ്ലി മോക്ലി ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ അത് ഉടനെ തന്നെ അത് എക്സിക്യൂട്ടഡ് ആവും. ആൻഡ് ദെൻ ഹി അപ്പോയിൻറ്റ്സ് ഹിസ് സൺ. അതായത് ഹെവനെ എർത്തിനെ ഹെല്ലിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി സണ്ണിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗോഡ്. സണ്ണിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റൈറ്റിയസ് സെൻറ്റൻസ് സണ്ണിനാണ് കൊടുക്കുന്നത്. സണ്ണ് വേണം ക്യാരി ഔട്ട് ചെയ്യാനെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഗോഡിൻ്റെ അതോറിറ്റിയിൽ ഗോഡിൻ്റെ സണ്ണായിരിക്കും ആക്ട് ചെയ്യുന്നത്. ലൈൻസ് 56 to 60 ഗോഡിൻ്റെ ട്രാൻസ്ഫർ ജഡ്ജ്മെൻറ്റ് ടു ദ സണ്ണാണ് പറയുന്നത്. സൺ എന്ന് പറയുന്ന മാനിൻ്റെ ഫ്രണ്ടാണ് ആൻഡ് അപ്പോയിൻറ്റഡ് ആസ് എ മീഡിയേറ്റർ. ആൻഡ് ഈ ഒരു പിന്നെന്താ പറയുക, സണ്ണായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ ഒരു റിഡംഷൻ അല്ലെങ്കിൽ റിട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാൻകൈൻഡിനോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് സൺ എന്ന് പറയുന്നത്. ഹി വിൽ അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് വിത്ത് കമ്പാഷൻ. ദെൻ അപ്പോൾ ജസ്റ്റിസ് ആൻഡ് മേഴ്സിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സണ്ണിനെ മീഡിയേറ്റർ ആയിട്ട് മാറ്റുന്നത് പറയുന്നുണ്ട്, മാനിൻ്റെ ഫ്രണ്ടാക്കി മാറ്റുന്നു എന്ന് പറയുന്നു. ആൻഡ് ഹി വിൽ ഡൂ ദി റീകൺസിലിയേഷൻ ആൻഡ് ഇൻകാർണേഷൻ അല്ലെങ്കിൽ റിഡംഷൻ. പിന്നെ ഡിലേ എന്ന് വെച്ചാൽ പാടൻ എന്നുള്ള മീനിങ്. അതായത് ജഡ്ജ്മെൻറ്റ് കൊടുത്തു ഡെത്ത് വരുമെന്നുള്ളത്, പക്ഷേ ഉടനെ തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആഡം വിചാരിക്കുന്നുണ്ട് അയ്യോ അത് ചുമ്മാ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് എന്ന്. പക്ഷേ അങ്ങനല്ല, ഡിലേ ആയാലും എന്തായാലും ഒരിക്കലും അത് ഡിലേ ചെയ്യത്തില്ല ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് 55 to 65 വീണ്ടും എന്താണ് ഗോഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ആഡം ആൻഡ് ഈവ് മസ്റ്റ് ഫേസ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ് ആക്ട് ഓഫ് റാത്തിന് പകരം ക്രൈസ്റ്റിനെയാണ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. പിന്നെന്താണ്, അപ്പോൾ ഇവിടെ ജഡ്ജ് ഈസ് ഓൾസോ ദ മീഡിയേറ്റർ. പിന്നെ സണ്ണിനെ മാൻകൈൻഡ്സ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അതാണ് ഇവിടെ ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷനിലൂടെ പറയുന്നത് കേട്ടോ. ക്രൈസ്റ്റ് പിന്നെന്താണ് ഫാദറിൻ്റെ ഗ്ലോറിയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് റേഡിയൻ്റ് ആയിട്ട്, ആ ഒരു ഡിവൈൻ ഈക്വാളിറ്റിയെ കാണിക്കുന്നു. ആൻഡ് സൺ ഇനാക്ട് ചെയ്യുന്നു, ഗോഡ് ഡിക്രീ ചെയ്യുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഹി അക്സെപ്റ്റ്സ് എ ജഡ്ജ്മെൻറ്റ് റോൾ ആൻഡ് റിമൈൻഡ്സ് ദാറ്റ് ഹി വിൽ ബെയർ ദി അൾട്ടിമേറ്റ് പണിഷ്മെൻറ്റ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. ഹ്യൂമാനിറ്റിയുടെ എല്ലാ സിൻസിനുമുള്ള പണിഷ്മെൻറ്റ് ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സണ്ണ് അതിനുവേണ്ടിയാണ് സണ്ണിനെ ഭൂമിയിലോട്ട് അയക്കുന്നത്. ആൻഡ് ക്രൈസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഹൗ ഹി വിൽ ടെമ്പർ ജസ്റ്റിസ് വിത്ത് മേഴ്സി.
പിന്നെ കമ്പാഷനോടുകൂടി റൈറ്റസ്നെസ്സോടുകൂടി അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ട്രയൽ ബ്രീഫ് ആയിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും, സ്ഥലമായിരിക്കും. ഒളി ആഡം ആൻഡ് ഈ ഗിൽറ്റി ആർ നീഡഡ്, അവർ മാത്രമേ കാണൂ. സെർപ്പൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടംപ്റ്റ് ആണ്, സിൻസ് ഇസ് റിബല്യൻ ആൻഡ് ഫ്ലൈറ്റ് മാർക്കും ബിയോണ്ട് റിഡംഷൻ അല്ലേ. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ലൈൻസ് 85 to 95 ക്രൈസ്റ്റ് വരുവാണ്, അക്കമ്പനീഡ് ബൈ ഓൾ റാങ്ക്സ് ഓഫ് ഏഞ്ചൽസ് ടു ദ ഗേറ്റ് ഓഫ് ഹെവൻ. ഫ്രം ദെയർ ഈഡനെ നോക്കുന്നു, അങ്ങോട്ട് പോവുകയാണ്. സണ്ണ് ലോവർ ചെയ്തു, ഈവനിങ് വരുന്നു. ഒരു കാം ഓൾമോസ്റ്റ് ടെൻഡർ ബാക്ക്ഡ്രോപ്പിലാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. പിന്നെന്താണ്, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 10 മാർക്ക് ദ ഷിഫ്റ്റ് ആണ്. ആ ഒരു ഫോളിൽ നിന്ന് ജഡ്ജ്മെൻറ്റിലോട്ടും അതിൻ്റെ കോൺസിക്വൻസിലോട്ടും പോവുകയാണ് ചെയ്യുന്നത്. മിൽട്ടൺ എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീ വില്ലാണ്, അതായത് ഹ്യൂമൻസ് ചോസ് റോങ്ലി സോ ദേ ആർ ജഡ്ജ്ഡ്. പക്ഷേ ക്രൈസ്റ്റ് മീഡിയേഷന് വേണ്ടി വരുവാണ് താഴോട്ട്. ഓക്കെ, അപ്പോൾ ആ ഫോർച്ചുനേറ്റ് ഫോൾ അല്ലെങ്കിൽ ഫെലിക്സ് കൾപ്പ എന്നാണ് ഇതിനെ പറയുന്നത്. ഫോർച്ചുനേറ്റ് ഫോൾ എന്നാണ് പറയുന്നത്. ത്രൂ സിൻ ഹ്യൂമാനിറ്റിയുടെ റിഡംഷൻ എല്ലാം ക്രൈസ്റ്റ് ഏറ്റെടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് 96 to 100 സൺ അറൈവ് ചെയ്യാണ് ഹ്യൂമാനിറ്റിയെ ജഡ്ജ് ചെയ്യാൻ. ഡിസ്ക്രൈബ്ഡ് ആസ് മൈൽഡ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ വെഞ്ചിഫുൾ അല്ലെങ്കിൽ റാത്ത്ഫുൾ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ല. ഇദ്ദേഹം വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഹി ഈസ് ഓൾസോ ദി ഇന്റർസെസർ, അതായത് ഒരു റെഡീമറിന്റെ റോളാണ് ഇദ്ദേഹത്തിനുള്ളത്, ക്രൈസ്റ്റിനുള്ളത്. ആഡം ആൻഡ് ഈവ് ഗോഡിന്റെ വോയിസ് വിൻഡ് വഴി കേൾക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, അതായത് നാച്ചുറൽ എലമെന്റ്സ് വഴിയാണ് ഗോഡിന്റെ വോയിസ് കേൾക്കുന്നത്. നേരത്തെ തന്നെ ഗോഡ് ഏഞ്ചൽസിൻ്റെ അടുത്ത് സംസാരിച്ചത് തണ്ടർ വഴിയാണ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് വഴിയാണ്. ഇവിടെ അതുപോലെ തന്നെ വിൻഡിന്റെ വോയിസിലൂടെയാണ് കേട്ടത്. സോ ദേ ഹൈഡ് ദംസെൽസ് എമംഗ് ദ ട്രീസ്, അത് പറയുന്നുണ്ട്. ഷെയിം ആൻഡ് ഫിയറിൽ ഇവർ ഒളിച്ചിരിക്കുവാണ് ഈ ഒരു വോയിസ് കേട്ടപ്പോൾ. പിന്നെ അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് 101 to 105 പറയുന്നത്, ഗോഡ് അല്ലെങ്കിൽ സൺ സ്പീക്കിംഗ് ഇൻ ഗോഡ്സ് വോയിസ് അഡ്രസ്സസ് ആഡം ഡയറക്ട്ലി ആൻഡ് ആസ്കിങ് വൈ ഹി ഹൈഡ്സ്, എന്തിനാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേർ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കാണാൻ സന്തോഷമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഗോഡ് ശരിക്കും പറഞ്ഞാൽ ആഡമിൻ്റെ ആ ഡിസ്പ്ലഷർ കാണുന്നുണ്ട്. അതായത് ഇയാളുടെ ഒബീഡിയൻസ് മാത്രമല്ല പോയത്, ഗോഡും മാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള. ഒളിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ, എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ളൊരു, എനിക്ക് കാണാൻ ഇഷ്ടമല്ല എന്നൊരു മീനിങ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഡിസൊബീഡിയൻസ്, ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് പോയതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, മാനും ഗോഡും തമ്മിലുള്ള. ആൻഡ് ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് 106 to 112 ഗോഡ് ആഡമിനെ കോൾ ചെയ്യുന്നു, ആസ്കി വൈ ഹി, അത് തന്നെയാണ് നേക്കഡ് ആൻഡ് ഗിൽറ്റി ആയതാണ് ഒളിച്ചിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഗോഡ് ആസ്ക് ആഡം ടു കൺഫസ് ആൻഡ് നോട്ട് ഹൈഡ്, കൺഫസ് ചെയ്യാനാണ് പറയുന്നത്. ആഡം അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഡിസൊബേഡ് ദ കമന്റ്. ഈവ് പേഴ്സ്യൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നു, ഈവും കൺഫസ് ചെയ്യുന്നുണ്ട് അവരുടെ ഫോൾട്ട്. അപ്പോൾ ഇവിടെ ബോത്ത് ക്യാരക്ടേഴ്സ് അവരുടെ ആക്ഷനിൽ കൺഫസ് ചെയ്യുന്നുണ്ട്, അവരുടെ മോറൽ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതാണ് നെസസിറ്റി ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ കോൺസിക്വൻസസ്, അത് അവർക്ക് മനസ്സിലായി. സൺ എന്ത് ചെയ്യുവാണ്, ആ മോർട്ടാലിറ്റിയുടെ സെന്റൻസ് പ്രൊനൗൺസ് ചെയ്യുവാണ്. ബിക്കോസ് ഓഫ് ഡിസൊബീഡിയൻസ് മാനിന് ലേബറും സോറോയും ഡെത്തും ഫേസ് ചെയ്യേണ്ടി വരുന്നു. ആഡമിൻ്റെ ഐസ് എല്ലാം ഓപ്പൺഡ് ആവുന്നു. ദേ ടോയിൽ ഫോർ സർവൈവൽ, ഇവൻച്വൽ ഡീകേ വരുന്നു, സെപ്പറേഷൻ ഫ്രം ഈഡൻ. യെറ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്, ഹി വിൽ ബി കമ്മിങ് ഫോർ റിഡംഷൻ എന്ന് പറയുന്നു. മാൻ മരിച്ചാലും ഗോഡിന്റെ മേഴ്സി കാണും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രൈസ്റ്റിന് റിഡീമറായിട്ട് ആ ഫ്യൂച്ചർ റോളിനെ ഇവിടെ ഹിന്റ് ചെയ്യുവാണ് ആരെന്ന് പറയുന്നത്, മിൽട്ടൺ. ഈവിൻ്റെ പണിഷ്മെൻറ്റും സ്പെസിഫൈ ചെയ്യുന്നു, അതായത് പെയിൻ ഇൻ ചൈൽഡ് ബർത്ത്, പിന്നെ സബ്ജക്ഷൻ ടു എ ഹസ്ബൻഡും, ഫോളൻ വേൾഡിലെ ബേർഡൻ ഓഫ് ലൈഫുമാണ്. ഈവ് ഹോൾ ജനറലായിട്ട് വുമണിന് വേണ്ടിയുള്ള സഫറിങ്സ് അതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ലേബർ, സോഷ്യൽ ഹൈറാർക്കി, റീപ്രൊഡക്റ്റീവ് പെയിൻ ഒക്കെ ഈ നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് സിൻ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ആഡം ആൻഡ് ഈവ് ഫുള്ളി റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ ഗോഡിൽ നിന്ന് എലിനേറ്റഡ് ആണ്, ഫ്രം ഈച്ച് അതർ ആൻഡ് ഫ്രം നേച്ചർ ഇറ്റ്സെൽഫ്. സെർപ്പന്റിനെ കേഴ്സ് ചെയ്യുവാണ്, ഹി വിൽ ക്രോൾ ഓൺ ഹിസ് ബെല്ലി, എക്സ്പീരിയൻസ് എനിമിറ്റി വിത്ത് ഹ്യൂമൻസ്. പക്ഷേ ഇവിടെ അഗെയിൻ സണ്ണ് പറയുന്നുണ്ട്, മാൻകൈൻഡ് ഫോളൻ ആണെങ്കിലും ഫ്യൂച്ചർ റിഡീമർ, അതായത് ഇദ്ദേഹം തന്നെ വരുന്നുണ്ട്, വിൽ കം ടു ഡിഫീറ്റ് ഈവിൽ ആൻഡ് ഹ്യൂമാനിറ്റിയെ ഗോഡുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഫോർച്ചുനേറ്റ് ഫോൾ അല്ലെങ്കിൽ ഫെലിക്സ് കൾപ്പ എന്ന് പറയുന്നത്. ഓൾദോ ട്രാജിക് ആണ് ഈ ഫോളെങ്കിലും പിന്നീട് സാൽവേഷൻ കിട്ടുന്ന ഫോളാണ്, അതുകൊണ്ടാണ് ഇതിനെ ഫോർച്ചുനേറ്റ് ഫോൾ ഓഫ് മാൻ എന്ന് പറയുന്നത് കേട്ടോ, ഫെലിക്സ് കൾപ്പ. ഇതാണ് മിൽട്ടന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റിസ് ആൻഡ് മേഴ്സി, ഫ്രീ വിൽ ആൻഡ് റെസ്പോൺസിബിലിറ്റി, സൈക്കോളജിക്കൽ ഡെപ്ത് പറയുന്നുണ്ട്, അതായത് ഗിൽറ്റ്, ഫിയർ, ഷെയിമും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോൺസിക്വൻസസ് ഓഫ് സിന്ന് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡം ആൻഡ് ഈവ് സണ്ണിൻ്റെ ബിഫോർ അപ്പിയർ ചെയ്യുന്നുണ്ട് വിത്ത് ഗിൽറ്റ് ആൻഡ് ദെയർ ലവ് ഇസ് ആബ്സെന്റ് ബോത്ത് ടുവേർഡ്സ് ഗോഡ് ആൻഡ് ഈച്ച് അതർ. അപ്പോൾ സിന്ന് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്തു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇമോഷൻസ് ആയിട്ട് ഗിൽറ്റും ഷെയിമും ഡിസ്പയറും ആങ്കറും ഹേറ്റും എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ,
അതായത് ആ ഫോളിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മൈൻഡിലുള്ള ഇന്നർ എഫക്റ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ ആഡം അക്നോളജ് ചെയ്യുന്നുണ്ട് ഫിയർ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസിൻ്റെ ഒരു കോൺസിക്വൻസ് ആണെന്നും, പിന്നെ പണ്ട് നേരത്തെ ഫിയർലെസ് ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഗോഡിനെ ഫിയർ ചെയ്യുന്നു. അപ്പോൾ സണ്ണിൻ്റെ ആ ഒരു, അതായത് ഇത് അവരാ സിന്ന് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇതെല്ലാം കിട്ടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി സ്ട്രഗിൾസ് മോറലി, ലോയൽറ്റിയും ട്രൂത്തും തമ്മിലൊരു സ്ട്രഗിളിലാണ് ആഡം കൺഫസ് ചെയ്യുന്നുണ്ട്. ഹി സ്റ്റോൺ ബിറ്റ്വീൻ അക്യൂസിങ് ഈവ് ഓർ ടേക്കിംഗ് ഫുൾ ബ്ലെയിം, അതായത് ഈവിനെ അക്യൂസ് ചെയ്യുന്നുണ്ട്, ഫുൾ ബ്ലെയിം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൂത്ത് എന്താണെന്ന് ഗോഡിൻ്റെ അടുത്ത് പറയുന്നു. അദ്ദേഹം ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ഈവൻ ഇൻ മോറൽ കോൺഫ്ലിക്റ്റ് ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യാണ്, ഫ്രീ വില്ല് വഴിയാണ് എക്സസൈസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് മിൽട്ടൺ. അപ്പോൾ എന്തായാലും കൺസീൽമെൻറ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ, ഗോഡ് എന്തായാലും സത്യം എന്താണെന്ന് ഗോഡിന് അറിയാം, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈവിൻ്റെ എന്താ പറയുക, ആഡമിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡം പ്രൈസ് ചെയ്യുന്നുണ്ട് ഈവിനെ, അതായത് ഷീ വാസ് മൈ ഹെൽപ്പ്, സോ ഗുഡ്, സോ ഫിറ്റ്, സോ ഡിവൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇവരുടെ ബിട്രയൽ വളരെ പോയിഗ്നൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. മിൽട്ടൺ പോർട്രേ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻ എന്ന് വെച്ചാൽ ഡിസൊബീഡിയൻസ് മാത്രമല്ല, ട്രസ്റ്റിൻ്റെ ഹാർമണിയുടെ ഒരു റപ്ചറാണ് സിൻ എന്ന് പറയുന്നത്. ഈവിനെ ആഡം പെർഫെക്റ്റ് ഗിഫ്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവർ സിന്നിനകത്ത് ഇവർ പെർസ്യൂഡ് ചെയ്തിട്ട് അയാൾ വീണ് പോയതാണ്. അപ്പോൾ അതും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈവിനെ തള്ളി പറയാനും ആർക്ക് പറ്റുന്നില്ല, ആഡമിന് പറ്റുന്നില്ല. ആഡം കൺഫസ് ചെയ്യുന്നുണ്ട് സിന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഈവിൻ്റെ ആക്ഷനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി ജസ്റ്റിഫൈസ് ഹിസ് ആക്ട്, അതായത് ഈവാണ് എനിക്ക് ആ ഒരു ട്രീയുടെ ഇത് തന്നതെന്ന് പറയുന്നുണ്ട്, ഫ്രൂട്ട്. അതായത് ഹ്യൂമൻ ടെൻഡൻസിയാണ് ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത്. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ള ഹ്യൂമൻ ടെൻഡൻസിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ആര് കാണിക്കുന്നത്, മിൽട്ടൺ കാണിക്കുന്നത്. പിന്നെ ഡിനൈ ചെയ്യുന്നില്ല റോങ് ഡൂയിങ്, പക്ഷേ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ആര് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ആഡം എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡമിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. വൈ ഡിഡ് യു ഒബേ ഈവ് ഇൻസ്റ്റെഡ് ഓഫ് ഒബേയിങ് മീ എന്ന് ചോദിക്കുന്നുണ്ട്. ആര് ചോദിക്കുവാണ്, ഇവിടെ ഗോഡ് ചോദിക്കുന്നുണ്ട്. എന്തിനാ അവൾ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പറയുന്നത് കേട്ടുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോറൽ റെസ്പോൺസിബിലിറ്റി, ഒബീഡിയൻസ്, മിൽട്ടൺ ആ ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു ലൈൻസിനകത്ത് പറയുന്നത്. ഇനി 151 to 155 ഗോഡ് അഡ്രസ് ചെയ്യാണ് ആഡമിനെ, എക്സ്പ്ലെയിനിങ് ദാറ്റ് ഈ വാസ് ക്രിയേറ്റഡ് ടു കോംപ്ലിമെന്റ് ആൻഡ് അട്രാക്റ്റ് ആവും, അല്ലാതെ അദ്ദേഹത്തിന്റെ മേളിൽ ആഡമിനെ റൂൾ ചെയ്യാനല്ല ഈവിനെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ആഡമിന്റെ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതോറിറ്റി മിസ്യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഗൈഡിങ് ഹെർ എന്ത് ചെയ്തു, ഈവ് പറഞ്ഞത് അനുസരിക്കുകയാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ ഗോഡ് ഗിവൺ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആഡമിന്റെ റോൾ. അപ്പോൾ മിൽട്ടൺ ഇവിടെ ആ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈവ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഡിസെപ്ഷനേഴ്സിനും, പക്ഷേ മോഡസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മിൽട്ടൺ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ സ്പീച്ചിനെ വളരെ കോഷ്യസ് ആയിട്ടും കൺഫെഷനിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈവ് കൺഫസ് ചെയ്യുന്നത് വെച്ചാൽ സെർപ്പൻ്റ് എന്നെ ചതിച്ചു, അതുകൊണ്ടാണ് ഞാൻ തിന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആഡമിൻ്റെ ഈവിൻ്റെ കൺഫെഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇവേഡ് ചെയ്യുന്നില്ല. അപ്പോൾ സെർപ്പൻറ്റിനെ കേഴ്സ് ചെയ്യുവാണ് ഒരു മിസ്റ്റീഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, പൊല്യൂട്ടഡ് ഫ്രം ക്രിയേഷൻസ് പേർപ്പസ്. ആൻഡ് ഗോഡ് എന്ത് ചെയ്യുന്നുണ്ട്, കേഴ്സ് പറയുന്നുണ്ട്, ഫോക്കസിങ് ഓൺ സെർപ്പൻസ് റോൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിളിനെ കുറിച്ച് പറയുകയാണ് ഗോഡ്. സെർപ്പൻറ്റിനെ ഈവിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. സെർപ്പൻറ്റ് ഇസ് കേഴ്സ്ഡ്, അതായത് ബെല്ലിയിൽ ക്രോൾ ചെയ്ത് നടക്കുന്നു, ഡസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്, ഹ്യൂമൻ ബീയിങ്സുമായിട്ട് എനിമിറ്റി ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്രൈസ്റ്റ് സേറ്റനെ ഡിഫീറ്റ് ചെയ്യുന്നുള്ളത് കാര്യം ഇവിടെയും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മിൽട്ടൺ എഴുതുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ അപ്പോൾ ഇവിടെ പ്രൊഫസി വെരിഫൈ ചെയ്യുവാണ്. ജീസസ് പറയുന്നുണ്ട് ദ സെക്കൻഡ് ഈവ് റൈസസ് ആൻഡ് സേറ്റൻ ഇസ് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഫോൾ എന്ന് പറയുന്നൊരു ഡിവൈൻ പ്രൊവിഡൻസിൻ്റെ ഭാഗമായിരുന്നു. ഈവൻ എമിഡ് ജഡ്ജ്മെൻറ്റ് ഹോപ്പും റിഡംഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗോഡിൻ്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആകും എന്ന് പറയുന്നുണ്ട്. ആരാണ്, ക്രൈസ്റ്റ് പറയുന്നുണ്ട്. ആൻഡ് ലൈൻസ് 186 to 190 പറയുന്നത് വെച്ച് 186 തൊട്ട് 190 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റിനെ, അതായത് ക്രൈസ്റ്റ് എന്തായാലും സേറ്റൻ്റെ മുകളിൽ ട്രയംഫ് നേടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, സേറ്റന് ഡിഫീറ്റ് അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്, ഈവിളിനെ ക്യാപ്ചർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സേറ്റൻ ടെമ്പററി ആണിപ്പോൾ ഇത് ചെയ്തതെങ്കിലും അൾട്ടിമേറ്റ്ലി ഇദ്ദേഹത്തിന് സേറ്റനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, റൂൾ ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ചൈൽഡ് ബർത്തിലുള്ള പെയിൻ എന്ന് പറയുന്നത് ഈവിൻ്റെ ഡിസൊബീഡിയൻസിന് ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ്, ഹ്യൂമൻ സഫറിങ്ങും ലേബറും അല്ല. ഇത് ക്രൂവൽറ്റി അല്ല, ഇതാണ് ഗോഡിൻ്റെ ജസ്റ്റിസ് എന്നാണ് ആര് പറയുന്നത്, മിൽട്ടൺ പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് ലൈൻസ് 195 to 198 അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗോഡ് ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നു. ഈവ് സബോർഡിനേറ്റ് ആയിരുന്നു ആഡമിന്. ആസ് എ കോൺസിക്വൻസ് ഓഫ് എ ഡിസൊബീഡിയൻസ് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടെന്നാണ് പറയുന്നത്. ജെൻഡർ റോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒബീഡിയൻസ് ഹൈറാർക്കിയും ആണ് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതെന്നാണ് മിൽട്ടൺ പറഞ്ഞിരിക്കുന്നത്. അത് ആസ് എ റിസൾട്ട് ഓഫ് ഈവ് സിൻ. ആഡമിന്റെ പണിഷ്മെന്റ് ടോയിൽ ആൻഡ് ലേബർ ആണ്. എർത്തിനെ കേഴ്സ്ഡ് ആവുന്നു. സർവൈവൽ റിക്വയർ സ്ട്രഗിൾ. മോർട്ടാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിന് ദേ വിൽ റിട്ടേൺ ടു ഡസ്റ്റ് എന്നാണ് പറയുന്നത്. മിൽട്ടൺ ഓൾസോ ബ്രിങ്സ് ഇൻ ദി നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് സിൻ. ഓക്കെ, ഫിസിക്കൽ ഹാർഡ്ഷിപ്പും ഡെത്തിന്റെ കാര്യവും അതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് വെച്ചാൽ ഹി ഓൾസോ പ്രൊവൈഡ്സ് ക്ലോത്തിങ് ഫോർ ആഡം ആൻഡ് ഈവ്. അപ്പോൾ ഇവർക്ക് ക്ലോതിങ് നൽകുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ആൻഡ് സിംബോളിക് നേക്കഡ്നെസ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കമ്പാഷനും പ്രൊട്ടക്ഷനും ഉണ്ട്. അവരുടെ സിന്ന് ചെയ്താലും അവർക്ക് ഗോഡിന് അവരുടെ അടുത്ത് കമ്പാഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 221 to 225 ലാസ്റ്റ് കുറച്ച് ഫ്യൂ ലൈൻസിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻവേർഡ് ഷെയിമും ഗോഡ് കവർ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഗിൽറ്റും സിന്നും എല്ലാം അവരെ അക്നോളജ് ചെയ്തല്ലോ. സോ എന്ത് ചെയ്യുന്നുണ്ട് ഗോഡ്, ഗോഡിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി മേഴ്സിഫുൾ ആയിട്ട് അവരുടെ അടുത്ത് അതിനാണ് ആ ക്ലോതിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പണിഷ്മെന്റ് റിയൽ ആണ്, പക്ഷേ ഗോഡ് എന്തായാലും ഓൺ ദ ബിഹാഫ് ഓഫ് ഹ്യൂമാനിറ്റി ഇന്റർസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോഡിന്റെ ഒരു ഷാഡോയിങ് ഇവരുടെ പുറകെ കാണും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് ഡിസൊബീഡിയൻസ് ആണ് കീ തീം വരുന്നത്. ജസ്റ്റിസ് ആൻഡ് മേഴ്സി, ഹ്യൂമൻ സഫറിങ് ആൻഡ് റിഡംഷൻ. പിന്നെ ക്രൈസ്റ്റിന്റെ ആ ഒരു സാക്രിഫിഷ്യൽ ഇമേജറി ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഉള്ള ഇനി കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ തീം ഓഫ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി ഇൻ ബുക്ക് 10 ഓഫ് പാരഡൈസ് ലോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ ഓഫ് മാന്റെ കാര്യം പറയുക, ഗോഡിന്റെ ജഡ്ജ്മെന്റ് ഓൺ സെർപ്പന്റ്, ഈവ് ആൻഡ് ആഡം പറയുക. ജസ്റ്റിസിനെ പണിഷ്മെന്റ് രൂപത്തിലാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. സെർപ്പന്റിനെ കേഴ്സ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ ക്രോൾ ചെയ്തിരിക്കാനും ഹ്യൂമാനിറ്റിയുമായിട്ട് എൻമിറ്റി ഉള്ള രീതിയിലും. ഈവിന്റെ പണിഷ്മെന്റ് ചൈൽഡ് ബർത്തും സബോർഡിനേഷൻ ടു ആഡമിന് ഫിസിക്കൽ ലേബർ ഇവൻച്വൽ ഡെത്തുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മേഴ്സിക്കകത്ത് ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ് അല്ല. ഗോഡ് ഡിലേസ് എ മോറൽ സെന്റൻസ്. ആഡം ആൻഡ് ഈവിന് ക്ലോത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബീസ്റ്റിന്റെ സ്കിന്നാണ് കൊടുക്കുന്നത്. ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ നേക്കഡ്നെസ്സിന് കവർ ചെയ്യാനാണ് അത് കൊടുക്കുന്നത്. പിന്നെ പണിഷ്മെന്റും ഗ്രേസിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ബാലൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗോഡ് ഇവിടെ ഇവർക്ക്. ജസ്റ്റിസിന്റെ മേഴ്സിയുടെ ഡ്യുവാലിറ്റി കാണിക്കുന്നുണ്ട്. സിന്നിന് കോൺസിക്വൻസസ് ഉണ്ട്, പക്ഷേ ഡിവൈൻ ലവ് എന്തായാലും ഉണ്ടായിരിക്കും ഇവർക്ക് മുകളിൽ. ക്രൈസ്റ്റിന്റെ റോൾ ആസ് എ റിഡീമർ ആണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ മോറൽ കോൺസിക്വൻസസ് ഓഫ് ദി ഫോൾ എന്ന് പറയുന്നതും ഇതേ സംഭവം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ അത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡം ആൻഡ് ഈവിന്റെ റോൾസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് അവർക്ക് രണ്ടുപേർക്ക് സിന്നിലോളുള്ളത്. ഈവ് കൺഫസ് ചെയ്യുന്നുണ്ട്, ഷി വാസ് ഡിസീവ്ഡ് ബൈ സെർപ്പന്റ്. ആഡം കൺഫസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവ് പെർസ്യൂഡ് ചെയ്തു എന്നാണ്. പക്ഷെ അവസാനം രണ്ടുപേരും ഗിൽറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഈവിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് പറയുക, ആഡമിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആൻസറിനകത്ത് പറയേണ്ടത്. പിന്നെ മിൽട്ടന്റെ ആ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് എന്താണ് ബുക്ക് 10 പറയുന്നത്? മിൽട്ടൺ ബിബ്ലിക്കൽ നറേറ്റീവ് എപ്പിക് ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസിനെ കുറിച്ചും മേഴ്സിയെ കുറിച്ചും ഫ്രീ വില്ലിനെ കുറിച്ചും ഒറിജിനൽ സിനും അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരുപാട് എപ്പിക് സിമിലീസ് ഇദ്ദേഹം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റിനെ റിഡീമറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വിൻഡിലൂടെ, അതായത് കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡിലൂടെയാണ് ഗോഡിന്റെ സൗണ്ട് ഇവരെ കേൾക്കുന്നത്. തണ്ടറിലൂടെയാണ് ഗോഡ് ഏഞ്ചൽസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പറയുക. നാച്ചുറൽ എലമെന്റ്സും ഗോഡുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചും പറയുക.